വിൻഡോസും ഫയലും ഒക്കെ നമുക്ക് പോക്കറ്റിലാക്കി കൊണ്ട് നടന്നാലോ? അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന അപ് ടു ഡേറ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ റൂഫസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. നമുക്ക് പലർക്കും ഈ ആപ്ലിക്കേഷൻ അറിയാമായിരിക്കും. ബൂട്ടബിൾ പെൻഡ്രൈവ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മളത് അവിടെ വന്ന് ഡൗൺലോഡ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് ആപ്ലിക്കേഷനല്ല, ഇതൊരു ISO ഫയലാണ്. നമ്മുടെ വിൻഡോസിൻ്റെ PE വെർഷനാണ്. നമ്മളതിനെ ഇവിടെ വന്നിട്ട് ഡൗൺലോഡ് ചെയ്യണം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മളത് ഡൗൺലോഡ് ചെയ്യുന്നു. ഞാനിതൊക്കെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ്സ് നമ്മൾ എടുക്കുകയാണ്. ഇത് നമ്മളെ USB ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ്സ് എടുത്തിട്ട് അവിടെ നമ്മൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത റൂഫസിനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ നമ്മുടെ പെൻഡ്രൈവ്, നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള പെൻഡ്രൈവിനെ കാണാനായിട്ട് സാധിക്കും. വേറെ പെൻഡ്രൈവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെലക്ട് എന്നുള്ള ബട്ടൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ISO ഫയലിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ GPT MBR എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ പഴയ മെഷീനൊക്കെയാണ് നമ്മൾ ഒരുപാട് കമ്പാറ്റബിലിറ്റി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ MBR ആയിരിക്കും ബെസ്റ്റ്. പുതിയ ലാപ്പുകളൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ സിസ്റ്റമൊക്കെ ആണെങ്കിൽ നിങ്ങൾ GPT കൊടുക്കുന്നത് നന്നായിരിക്കും. MBR ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എല്ലാത്തിലും കമ്പാറ്റബിലിറ്റി കുറച്ച് ബെറ്ററാണ്. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇത്രയും മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നമ്മുടെ ആ ഒരു ഇൻസ്റ്റലേഷൻ ഫയൽ അതവിടെ കംപ്ലീറ്റ് ആയി കിട്ടുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് കംപ്ലീറ്റ് ആയി കിട്ടുന്നതാണ്. നമ്മുടെ പെൻഡ്രൈവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ പേഴ്സണൽ ഫയൽസൊക്കെ നമുക്ക് കോപ്പി ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനകത്ത് നമ്മൾ കൊണ്ട് നടക്കാൻ ഉദ്ദേശിക്കുന്ന ഫയൽസൊക്കെ കോപ്പി ചെയ്യാം. ഞാനൊരു വീഡിയോ ഫയൽ കോപ്പി ചെയ്യാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലെയറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെറിയ സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് ഇതിനകത്തിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ആക്സസ് ചെയ്യുന്ന മെഷീനിൽ നിങ്ങൾക്ക് അതിനെ ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഒരു വീഡിയോ ഫയലും ഒരു VLC മീഡിയ പ്ലെയർ മാത്രമാണ് ഞാനിപ്പോൾ കോപ്പി ചെയ്തിരുന്നത്. നമ്മുടെ പണി കഴിഞ്ഞു. നമുക്കിനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുകയാണ്. നമ്മുടെ പെൻഡ്രൈവ് ഇതാ കണക്ട് ചെയ്ത ശേഷം നമുക്ക് ഓൺ ചെയ്തിട്ട് നമ്മുടെ ബൂട്ട് മെനു സെലക്ട് ചെയ്യാനായിട്ട്, അതായത് ലാപ്ടോപ്പിനകത്തുള്ള OS എടുക്കാണ്ട് നമ്മുടെ പെൻഡ്രൈവ് സെലക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ബൂട്ട് മെനു എടുക്കുക. ഡെല്ലിൽ F12 ആണ്. ഓരോ മോഡലും ഓരോന്നായിരിക്കും. അതിനുശേഷം നമ്മുടെ USB സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതായത് ഇതുപോലെ ലോഡാവും. നിങ്ങൾ ബൂട്ട് മെനു സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതായത് ചിലപ്പോൾ F12 അല്ലെങ്കിൽ F10 ഓരോ ബോർഡിനും ഓരോന്നായിരിക്കും, ഓരോ മോഡലിനും ഓരോന്നായിരിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷമാണ് ഇങ്ങനെ നമുക്ക് ലോഡ് ചെയ്യേണ്ടത്. ഇതവിടെ നമ്മുടെ PE വെർഷൻ ലോഡാവുകയാണ്. വിൻഡോസ് ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് കോൺഫിഗറേഷൻ ഒരല്പനേരം കഴിഞ്ഞിട്ട് നമ്മുടെ ബോർഡിനനുസരിച്ചിട്ട് അത് കോൺഫിഗറായി വരുന്നതാണ്. ഒരുപാട് ടൈം എടുക്കുന്ന പ്രോസസ്സൊന്നും അല്ല. ഇതിപ്പോൾ ലോഡായിരിക്കുകയാണ്. ഇനി ഡിസ്പ്ലേ ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കോൺഫിഗർ ആയ ശേഷം നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇതവിടെ കോൺഫിഗർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. നമ്മുടെ സ്റ്റാർട്ടൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫയൽസ് ഇപ്പോൾ നമുക്ക് കുറേ അധികം തന്നെ ടൂൾസ് നമുക്ക് അവർ തന്നെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. നമുക്ക് കുറേ റിക്കവറി ടൂൾസ്, ഹാർഡ് ഡിസ്കിൻ്റെ ടൂൾസ്, സെക്യൂരിറ്റി ടൂൾസ്, അങ്ങനെ ഒരുപാട് ടൂൾസ്. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ റിക്കവറിക്ക് വേണ്ടിയിട്ടും റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സംഭവം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്കും ഒരുപാട് ഫയൽസൊക്കെ സ്റ്റോർ ചെയ്ത് ഇതുപോലെ ഏതെങ്കിലും മെഷീൻ ആക്സസ് ചെയ്യാനോ മെഷീനകത്തുള്ള ഹാർഡ് ഡിസ്ക് ആക്സസ് ചെയ്യാനോ ഒക്കെ നമുക്ക് ഇതുവഴി എളുപ്പമാണ്. വിൻഡോസിൻ്റെ പാസ്വേഡൊക്കെ നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ അത് റീസെറ്റ് ചെയ്യാൻ, ഹാർഡ് ഡിസ്കിൻ്റെ പ്രോബ്ലംസ് ഒക്കെ പരിഹരിക്കാൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വരുന്ന വീഡിയോസിലൊക്കെ നോക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിനകത്തുള്ള ഹാർഡ് ഡിസ്ക്കാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ കോപ്പി ചെയ്തിട്ട ഫയലാണ്. നമുക്ക് ആ VLC പ്ലെയർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പ്രൈവറ്റ് ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ ആ ഫയൽസിനെ മാത്രം കോപ്പി ചെയ്ത് സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ മാറ്റി സേവ് ചെയ്താൽ മാത്രം മതി.
നമ്മളിപ്പോൾ ആ VLC മീഡിയ പ്ലെയറിൽ ഞാൻ ഒരു ചെറിയ ഇൻട്രോ ഫയൽ എടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ഓപ്പണായി. ഇതുപോലെ നമുക്ക് വിൻഡോസ് എങ്ങനെ വേണമെങ്കിലും അതിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. എൻ്റെ ഈ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. കൂട്ടത്തിൽ നിങ്ങൾക്ക് സജഷനിൽ വരുന്ന വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കാണുക.